ഹലോ ഫ്രണ്ട്സ്, മറ്റൊരു വീഡിയോ ക്ലാസ്സിലേക്ക് സ്വാഗതം. +1 ഫിസിക്സ് ടോപ്പിക്കുകൾ റിവിഷൻ ചെയ്യുകയാണ്. ചാപ്റ്റർ 2 യൂണിറ്റ്സ് ആൻഡ് മെഷർമെൻറ്റ്സ്. ഇത് ക്ലാസ് നമ്പർ 4. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഹോമോജനിറ്റി പ്രിൻസിപ്പിളിൻ്റെ രണ്ടാമത്തെ ആപ്ലിക്കേഷനാണ്. പരീക്ഷയ്ക്ക് ഒരു 3 മാർക്കിന് വരെ ചോദ്യങ്ങൾ വരാൻ സാധ്യതയുള്ള ഒരു പ്രോബ്ലം സെക്ഷനാണ് ഹോമോജനിറ്റി പ്രിൻസിപ്പിളിൻ്റെ സെക്കൻഡ് ആപ്ലിക്കേഷൻ. നോക്കാം. ആപ്ലിക്കേഷൻ 2. എന്താണ് ഹോമോജനിറ്റി പ്രിൻസിപ്പിളിൻ്റെ സെക്കൻഡ് ആപ്ലിക്കേഷൻ എന്ന് ഞാനൊന്ന് എഴുതാം. ഡെഡ്യൂസ് റിലേഷൻസ് among physical quantities. ഇതാണ് ഹോമോജനിറ്റി പ്രിൻസിപ്പിളിൻ്റെ രണ്ടാമത്തെ ആപ്ലിക്കേഷൻ. ഡെഡ്യൂസ് റിലേഷൻ എമംഗ് ഫിസിക്കൽ ക്വാണ്ടിറ്റീസ്. ഫിസിക്കൽ ക്വാണ്ടിറ്റികൾ തമ്മിലുള്ള ബന്ധം അഥവാ റിലേഷൻ, ഉദ്ദേശിച്ചത് ഇക്വേഷനാണ്. അത് ഡെഡ്യൂസ് ചെയ്യാൻ ഹോമോജനിറ്റി പ്രിൻസിപ്പിളും അതുപോലെ ഡയമെൻഷണൽ അനാലിസിസും ഉപയോഗിക്കാം എന്നുള്ളതാണ് നമുക്കിനി പഠിക്കാനുള്ളത്. അപ്പോൾ ഈ എന്താണ് ആപ്ലിക്കേഷൻ 2 എന്നത് വായിച്ചാൽ മനസ്സിലാകണമെന്നില്ല, നമ്മളൊരു പ്രോബ്ലം ചെയ്യുമ്പോൾ അത് മനസ്സിലായിക്കോളും. ശരി, നമുക്കൊരു ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ: ഡിറൈവ് ദി ഇക്വേഷൻ ഓഫ് kinetic energy capital E of a body of mass m moving with the velocity v. ഇതാണ് നമ്മുടെ മുമ്പിലുള്ള ചോദ്യം. ചോദ്യം ഒന്ന് വായിക്കാം. ഡിറൈവ് ദി ഇക്വേഷൻ ഓഫ് കൈനറ്റിക് എനർജി ഓഫ് എ ബോഡി ഓഫ് മാസ് എം മൂവിങ് വിത്ത് വെലോസിറ്റി വി. ഇതൊന്ന് മലയാളത്തിൽ പറഞ്ഞാൽ, എം മാസുള്ള വി വെലോസിറ്റിയിൽ സഞ്ചരിക്കുന്ന ഒരു ബോഡിയുടെ കൈനറ്റിക് എനർജിയുടെ ഇക്വേഷൻ ഡിറൈവ് ചെയ്യുക. അത് എങ്ങനെയെങ്കിലും ഡിറൈവ് ചെയ്താൽ പോരാ, ഡയമെൻഷണൽ അനാലിസിസ് ഉപയോഗിച്ചുകൊണ്ട് ഡിറൈവ് ചെയ്യണം. അപ്പോൾ ഇനി അതെങ്ങനെയാണെന്ന് നോക്കാം. നമ്മൾ ആൻസർ ചെയ്യാൻ പോവുകയാണ്. അതിനു മുമ്പ് ഇതെങ്ങനെയാണ് ആൻസർ ചെയ്യുന്നതെന്ന് വളരെ ശ്രദ്ധയോടെ മനസ്സിലാക്കുക. കാരണം ഒരു ക്വസ്റ്റ്യൻ ചെയ്യാൻ മനസ്സിലായാൽ, അതെങ്ങനെയാണെന്നുള്ളതിൻ്റെ ഒരു ഐഡിയ കിട്ടിയാൽ ഇത്തരം എല്ലാ ചോദ്യങ്ങൾക്കും നിങ്ങൾക്ക് ഉത്തരം കണ്ടെത്താൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് അത് പ്രത്യേകം ശ്രദ്ധിക്കണം. നമുക്ക് ആൻസർ ചെയ്ത് തുടങ്ങാം. ഫസ്റ്റ് സ്റ്റെപ്പിൽ നമ്മൾ ഒരു അസംഷനാണ് എടുക്കുന്നത്. നോക്കുക, ഈ പ്രൊപ്പോർഷണൽ ടു m⁻x v⁻y. നമ്മളിങ്ങനെ ഒരു അസംഷൻ എടുത്തിരിക്കുകയാണ്. ഈ അസംഷൻ എടുക്കുന്നത് ഏതെങ്കിലും ഒരു റാൻഡം അസംഷൻ എന്ന നിലയിലല്ല, യുക്തിപൂർവമായ ഒരു അസംഷനാണ്. കാരണം നമുക്ക് കണ്ടെത്തേണ്ടത് എനർജിയുടെ ഇക്വേഷനാണ്. അതുകൊണ്ട് ലെഫ്റ്റ് സൈഡിൽ എനർജി എടുത്തു. നമ്മുടെ ചോദ്യത്തിൽ വസ്തുവിൻ്റെ മാസിനെ പറ്റിയും വെലോസിറ്റിയെ പറ്റിയും പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ അസ്യൂം ചെയ്യുകയാണ്, കൈനറ്റിക് എനർജി ഓഫ് ദി ബോഡി ഈസ് പ്രൊപ്പോർഷണൽ ടു മാസ് ആൻഡ് വെലോസിറ്റി. നമ്മുടെ വസ്തുവിൻ്റെ കൈനറ്റിക് എനർജി ആ വസ്തുവിൻ്റെ മാസിനോടും വെലോസിറ്റിയോടും പ്രൊപ്പോർഷണലാണ്, ബന്ധപ്പെട്ട് കിടക്കുന്നു എന്ന് നമ്മൾ വിചാരിക്കുകയാണ്. അതുകൊണ്ടാണ് ഇങ്ങനെ എഴുതിയത്. മറ്റൊരു കാര്യം, ഇനി മാസുമായി എനർജി പ്രൊപ്പോർഷണൽ ആകുമ്പോൾ, പ്രൊപ്പോർഷണൽ ആകുമ്പോൾ അത് മാസിന് m⁻1 m⁻2 m⁻3 എന്ന് നമുക്കറിയില്ല. മാസിൻ്റെ എത്രാമത്തെ പവറിനോടാണ് എനർജി ഈക്വൽ ആയിരിക്കുന്നത് അല്ലെങ്കിൽ പ്രൊപ്പോർഷണൽ ആയിരിക്കുന്നത് നമുക്കറിയില്ല. അതുകൊണ്ടാണ് പവറിൻ്റെ സ്ഥാനത്ത് നമ്മൾ ഒരു വേരിയബിൾ ഇട്ടത് എക്സ്. അതുപോലെ ഈ വസ്തുവിൻ്റെ വെലോസിറ്റിയോടും വെലോസിറ്റിയുടെ ഏത് പവറിനോടാണ് പ്രൊപ്പോർഷൻ എന്ന് നമുക്ക് അറിയില്ല. അതുകൊണ്ടാണ് അവിടെയും ഒരു വേരിയബിൾ ഇട്ടത് y. ക്ലിയർ ആയല്ലോ? അപ്പോൾ എന്തുകൊണ്ടാണ് m⁻x എന്നും
v/y എന്നും എടുത്തതെന്ന് മനസ്സിലായി. അതുപോലെ ആദ്യ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഒരു പ്രൊപ്പോർഷണൽ റിലേഷൻ ഇതുപോലെ എഴുതുക എന്നുള്ളതാണെന്നും മനസ്സിലായി. ഇനി ശ്രദ്ധിച്ചോളുക, നമ്മൾ ഈ പ്രൊപ്പോർഷണൽ റിലേഷനെ ഒരു ഇക്വേഷൻ ആക്കാൻ പോവുകയാണ്. ഈ ഈസ് ഈക്വൽ ടു k ഇൻറ്റു m⁻x v/y. ഇവിടെ ചെയ്തത് ഇത്രയേ ഉള്ളൂ. എനർജി ഈസ് ഈക്വൽ ടു എന്ന് ഈ പ്രൊപ്പോർഷണൽ റിലേഷനെ മാറ്റി എഴുതി. അങ്ങനെ ചെയ്യുമ്പോൾ വലതുവശത്ത് ഒരു പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റൻറ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണമെന്ന് നമുക്ക് അറിയാം. ഇനിയാണ് ഹോമോജനിറ്റി പ്രിൻസിപ്പിളിൻ്റെ റോള്. നമ്മൾ എഴുതിയ ഈ ഇക്വേഷൻ ശരിയാണ് എന്ന് നമ്മൾ വിചാരിക്കുകയാണ്. അങ്ങനെ ശരിയാണെങ്കിൽ ഹോമോജനിറ്റി പ്രിൻസിപ്പിൾ അനുസരിച്ച് ഈ ഇക്വേഷൻ്റെ ലെഫ്റ്റ് ഹാൻഡ് സൈഡിലും റൈറ്റ് ഹാൻഡ് സൈഡിലുമുള്ള എല്ലാ ടേമുകളുടെയും ഡയമെൻഷൻസ് സെയിം ആയിരിക്കണം. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഡയമെൻഷൻസ് വൈസ് ഈ ഇക്വേഷൻ ഒന്ന് എഴുതി നോക്കാം. ലെഫ്റ്റ് സൈഡിൽ എനർജിയാണുള്ളത്. എനർജിയുടെ ഡയമെൻഷൻ എഴുതുന്നു mL² ഈസ് ഈക്വൽ ടു. ഇവിടെ എനർജിയുടെ ഡയമെൻഷൻ കാണാതെ അറിയാമെങ്കിൽ മാത്രമാണ് എഴുതാൻ കഴിയുക. അതുകൊണ്ട് എനർജിയുടെ ഡയമെൻഷണൽ ഫോർമുല ഒന്ന് മനഃപ്പാഠമാക്കി വയ്ക്കുക. അല്ലെങ്കിൽ ചിലപ്പോൾ ക്വസ്റ്റ്യനിൽ തന്നേക്കാം, തന്നില്ലെങ്കിൽ എഴുതാൻ പരുവത്തിന് എനർജിയുടെ ഡയമെൻഷണൽ ഫോർമുല അറിഞ്ഞിരിക്കണം. ഇനി റൈറ്റ് സൈഡിൽ ആദ്യമുള്ള ആൾ പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റൻ്റ് ആണ്. നമുക്കറിയാം കോൺസ്റ്റൻറ്റിന് ഡയമെൻഷൻ ഇല്ല, അപ്പോൾ അതുകൊണ്ട് അത് പരിഗണിക്കേണ്ട കാര്യം ഇല്ല. പിന്നീടുള്ള ആൾ മാസ്സാണ്, പവർ എക്സ് ആണ്, അപ്പോൾ എഴുതുന്നു m⁻x. രണ്ടാമതുള്ള ആൾ വെലോസിറ്റിയാണ്, പവർ y ആണ്. അപ്പോൾ ആദ്യം വെലോസിറ്റിയുടെ ഡയമെൻഷൻ എഴുതുക Lt⁻⁻1. എന്നിട്ട് നമ്മുടെ ഇക്വേഷനിലെ പവർ കൊടുക്കുക r⁻y. തീർന്നില്ല, വീണ്ടും സിംപ്ലിഫൈ ചെയ്യുമ്പോൾ m⁻x. ഇവിടെ L⁻1⁻y എന്നാണ്. അപ്പോൾ 1 × y എന്ന് വരും. സോ L⁻y. അടുത്ത ടേമിൽ T⁻⁻1⁻y എന്നാണ്. അപ്പോൾ -1 × y -y എന്ന് കിട്ടും, T⁻⁻y. ഓക്കെ, നമ്മളിത് ഒന്ന് ചേർത്ത് എഴുതുന്നു. ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ mL⁻2 T⁻2 ഈസ് ഈക്വൽ ടു റൈറ്റ് സൈഡിൽ m⁻x L⁻y T⁻−y എന്ന് കിട്ടി. ഓക്കെ ആണല്ലോ. ഇത്രയും എഴുതിയതിന് കാരണം നമ്മൾ എഴുതിയ ഈ ഇക്വേഷൻ ശരിയാണ് എന്ന് നമ്മൾ വിചാരിക്കുകയും അവിടെ ഹോമോജനിറ്റി പ്രിൻസിപ്പിൾ അപ്ലൈ ചെയ്യുകയുമാണ് ചെയ്തത്. ഇനി നോക്കുക, നമ്മുടെ ഇക്വേഷൻ ശരിയാണ് എങ്കിൽ ഈ ഡയമെൻഷണൽ റിലേഷനും ശരിയാണ്. അതിൻ്റെ അർത്ഥം എമ്മിൻ്റെ പവറായ എക്സിൻ്റെ വാല്യൂ ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലും ഒന്ന് തന്നെ ആയിരിക്കണം. ഇവിടെ നമുക്ക് റൈറ്റ് സൈഡിൽ മാസിൻ്റെ പവർ എക്സ് ആണ്, ലെഫ്റ്റ് സൈഡിൽ മാസിൻ്റെ പവർ 1 ആണ്. അപ്പോൾ നമുക്ക് മനസ്സിലായി x = 1 എന്ന് മനസ്സിലായി. അതുപോലെ ലെങ്ത്തിൻ്റെ പവർ റൈറ്റ് സൈഡിൽ y ആണ്, ലെഫ്റ്റ് സൈഡിൽ 2 ആണ്. അത് ഇക്വേറ്റ് ചെയ്തപ്പോൾ നമുക്ക് മനസ്സിലായി y = 2. അത് കറക്റ്റാണ്. അത് മൂന്നാമത്തെ ടേമിൽ നിന്ന് വെരിഫൈ ചെയ്യാൻ പറ്റും. ഇവിടെ -y ആണ്, ഇവിടെ -2 ആണ്. അപ്പോൾ വൈയുടെ വാല്യൂ 2 ആകുമ്പോഴാണല്ലോ -y -2 ആകും. അപ്പോൾ നമുക്ക് നമ്മൾ ആദ്യം കൊടുത്ത ഇക്വേഷനിലെ വേരിയബിളുകൾ, പവർ വേരിയബിളായിട്ട് കൊടുത്ത എക്സിൻ്റെയും വൈയുടെയും വാല്യൂ നമുക്ക് കിട്ടിക്കഴിഞ്ഞു. x 1 ആണ്, y 2 ആണ്. അപ്പോൾ ഇനി ഈ പവറുകൾ നമ്മുടെ ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. നമ്മുടെ ഇക്വേഷൻ ഇങ്ങനെയായിരുന്നു: E = k × m⁻x v/y. ഇതായിരുന്നു ഇക്വേഷൻ. ഇതിലേക്ക് എക്സിൻ്റെയും വൈയുടെയും വാല്യൂ കൊടുത്താൽ എനർജി = k × m⁻1 v/2. അല്ലെങ്കിൽ അല്പം കൂടെ സിംപ്ലിഫൈ ചെയ്ത് എഴുതിയാൽ E = kmv² എന്ന് കിട്ടും. ഇതാണ് നമുക്ക് ഡയമെൻഷണൽ അനാലിസിസിലൂടെ ഡിറൈവ് ചെയ്തെടുക്കാൻ കഴിയുന്ന കൈനറ്റിക് എനർജിയുടെ ഇക്വേഷൻ. ഇത്രയും ചെയ്തു കഴിഞ്ഞാൽ ഈ ചോദ്യത്തിന് 2 മാർക്കാണെങ്കിൽ 2 മാർക്ക്, 3 മാർക്കിൻ്റെ ചോദ്യമാണെങ്കിൽ 3 മാർക്ക് നിങ്ങൾക്ക് കിട്ടും. ഓക്കെ ആണല്ലോ. ഏതെങ്കിലും സ്റ്റെപ്പിൽ സംശയമുണ്ടെങ്കിൽ വീണ്ടും റിവൈൻഡ് ചെയ്ത് കാണുക.
ഇതിനോട് ചേർന്ന് ഒന്ന് രണ്ട് കാര്യങ്ങളോട് പറയാം. യഥാർത്ഥത്തിൽ കൈനറ്റിക് എനർജിയുടെ ഇക്വേഷൻ നമുക്കറിയാവുന്നതാണ്. കൈനറ്റിക് എനർജി ഈസ് ഈക്വൽ ടു ½ mv². ഇതാണ് കൈനറ്റിക് എനർജിയുടെ ഇക്വേഷൻ. എന്നാൽ ഡയമെൻഷണൽ അനാലിസിസിലൂടെ നമുക്ക് ഡെറൈവ് ചെയ്തെടുക്കാൻ കഴിഞ്ഞ ഇക്വേഷൻ ഇതാണ്. ഇതും യഥാർത്ഥ ഇക്വേഷനും തമ്മിലൊന്ന് കമ്പയർ ചെയ്യുമ്പോൾ കെയുടെ സ്ഥാനത്ത് ഇവിടെ 1/2 ആണ്. അതായത് കൈനറ്റിക് എനർജിയുടെ ഇക്വേഷനിലെ കോൺസ്റ്റൻറ്റിൻ്റെ വാല്യൂ എത്രയാണെന്ന് ഡയമെൻഷണൽ അനാലിസിസിലൂടെ നമുക്ക് കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്നല്ല, കഴിയില്ല. അത് യഥാർത്ഥത്തിൽ ഡയമെൻഷണൽ അനാലിസിസിൻ്റെ ഒരു പോരായ്മ തന്നെയാണ്. ഒരു പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റൻറ്റിൻ്റെ വാല്യൂ എത്രയാണെന്ന് കണ്ടെത്താൻ ഡയമെൻഷണൽ അനാലിസിസിനാൽ നമുക്ക് സാധിക്കില്ല എന്നുള്ളതാണ്. ഓക്കെ, അത് മനസ്സിലൊന്ന് വെച്ചേക്കുക. അപ്പോൾ ഈ പ്രോബ്ലം അവസാനിക്കുന്നു. സോൾവ് ചെയ്തത് എങ്ങനെയാണെന്ന് മനസ്സിലായെന്ന് വിചാരിക്കുകയാണ്. നമുക്ക് അടുത്ത കുറച്ചും കൂടെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ നോക്കാം. പരീക്ഷയ്ക്ക് പലവട്ടം ചോദിച്ചിട്ടുള്ളതാണ്. നമ്മുടെ രണ്ടാമത്തെ ചോദ്യം, സപ്പോസ് that the period of oscillation of a simple pendulum depends on its mass of the bob m, length L, and acceleration due to gravity G. Derive the expression for its time period using method of dimensions. ഇതാണ് നമ്മുടെ ചോദ്യം. ഞാൻ എന്തിനാണ് ചോദ്യം ഇങ്ങനെ വിശദമായി എഴുതി തന്നെ പഠിപ്പിക്കുന്നതെന്ന് ചോദിച്ചാൽ, അല്ലെങ്കിൽ ഇത് ടൈപ്പ് ചെയ്തിട്ട് കാണിച്ചാൽ പോരെ, സമയം ലാഭിക്കാമല്ലോ എന്ന് ചോദിച്ചാൽ അതിനൊരു ഉത്തരമേ പറയാനുള്ളൂ. ചോദ്യം നന്നായി മനസ്സിലാകാതെ ഒരു ഉത്തരം ചെയ്യാൻ സാധിക്കില്ല. നമ്മുടെ വിഷയം ഫിസിക്സാണ്. ഇവിടെ ചോദ്യം അല്ലെങ്കിൽ പ്രോബ്ലം എന്താണ് എന്ന് മനസ്സിലാക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ പോയിൻ്റ്. അത് മനസ്സിലായി കഴിഞ്ഞെങ്കിൽ മാത്രമേ ഉത്തരം കണ്ടെത്തുന്നതിൽ സാധിക്കുകയുള്ളൂ, കണ്ടെത്തിയ ഉത്തരത്തിന് അർത്ഥമുള്ളൂ. അതുകൊണ്ട് ചോദ്യം വളരെ നന്നായി, എല്ലാ ഫിസിക്സ് പ്രോബ്ലങ്ങളും വളരെ നന്നായി മനസ്സിലാക്കുക. നമ്മുടെ ചോദ്യം ഒന്ന് വായിക്കാം. സപ്പോസ് ദാറ്റ് ദി പീരിയഡ് ഓഫ് ഓസിലേഷൻ ഓഫ് എ സിമ്പിൾ പെൻഡുലം ഡിപ്പെൻഡ്സ് ഓൺ ഇറ്റ്സ് മാസ് ഓഫ് ദി ബോബ് m, length L, and acceleration due to gravity G. Derive the expression for its time period using method of dimensions. ഇത് പരീക്ഷയ്ക്ക് ചോദിച്ച് കണ്ടിട്ടുള്ളൊരു ചോദ്യമാണ്. ഇതിൻ്റെ മലയാള പരിഭാഷ എത്രയേ ഉള്ളൂ. ഒരു സിമ്പിൾ പെൻഡുലത്തിൻ്റെ ടൈം പീരീഡിൻ്റെ ഇക്വേഷൻ ഡെറൈവ് ചെയ്യുക. അത് ഡെറൈവ് ചെയ്യുമ്പോൾ നമ്മളോട് അനുമാനിക്കാൻ പറഞ്ഞിരിക്കുകയാണ് സിമ്പിൾ പെൻഡുലത്തിൻ്റെ ടൈം പീരീഡ് പെൻഡുലത്തിൻ്റെ ബോബിൻ്റെ മാസിനോടും പെൻഡുലത്തിൻ്റെ ലെങ്ത്തിനോടും ആ പെൻഡുലം ഇരിക്കുന്ന സ്ഥലത്തെ ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയോടും ഡിപ്പെൻഡഡ് ആണ് എന്ന് നമ്മളോട് അസ്യൂം ചെയ്യാൻ പറഞ്ഞിരിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ ടൈം പീരീഡിൻ്റെ ഇക്വേഷൻ മെത്തേഡ് ഓഫ് ഡയമെൻഷൻസിലൂടെ കണ്ടെത്തുക. മെത്തേഡ് ഓഫ് ഡയമെൻഷൻസ് എന്ന് പറഞ്ഞാൽ ഡയമെൻഷണൽ അനാലിസിസ് തന്നെയാണ്. ഇനി ചോദ്യപേപ്പറിൽ മെത്തേഡ് ഓഫ് ഡയമെൻഷൻ എന്താണ്, ഇതിപ്പോൾ അത് പഠിപ്പിച്ചിട്ടില്ലല്ലോ എന്ന് വിചാരിക്കരുത്.
മെത്തേഡ് ഓഫ് ഡയമെൻഷൻസ് എന്ന് ഉദ്ദേശിച്ചത്, ഡയമെൻഷൻസ് എന്ന് കണ്ടിട്ടുണ്ടോ? ഉദ്ദേശിച്ചത് ഡയമെൻഷണൽ അനാലിസിസ് തന്നെയാണ്. ഓക്കെ, ഇപ്പോൾ ചോദ്യത്തിൻ്റെ മലയാള പരിഭാഷ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എങ്കിൽ മാത്രമേ ഇത് മുന്നോട്ട് കാണുന്നതിൽ അർത്ഥമുള്ളൂ. ഇനി നമ്മൾ സോൾവ് ചെയ്യാൻ ശ്രമിക്കുകയാണ്. അപ്പോൾ നമ്മൾ ആദ്യം തൊട്ട് മുൻപ് ചെയ്ത അതേ കാര്യം ചെയ്യും. എന്ത്? ഒരു ലോജിക്കൽ അസംഷൻ എടുക്കും. ഇത്തവണ നമുക്ക് കണ്ടെത്തേണ്ടത് ടൈം പീരീഡിൻ്റെ ഇക്വേഷനാണ്. അപ്പോൾ ടി പ്രൊപ്പോർഷണൽ ടു, നമ്മളോട് പറഞ്ഞിട്ടുള്ളത് ഈ ടൈം പീരീഡ് പെൻഡുലത്തിൻ്റെ ബോബിൻ്റെ മാസിനോട് പ്രൊപ്പോർഷണലാണ്, അല്ലെങ്കിൽ ബന്ധപ്പെട്ടിരിക്കുന്നു. അപ്പോൾ m⁻⁴. പിന്നെ പറഞ്ഞിരിക്കുന്നു പെൻഡുലത്തിൻ്റെ ലെങ്ത്തിനോട് ഡിപ്പെൻഡൻ്റ് ആയിരിക്കാം. അപ്പോൾ l⁻⁴. മൂന്നാമത് പറഞ്ഞിരിക്കുന്നു പെൻഡുലം ഇരിക്കുന്ന സ്ഥലത്തെ ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയോട് ഡിപ്പെൻഡ് ചെയ്യാം. അപ്പോൾ g⁻z. അങ്ങനെ മൂന്ന് ക്വാണ്ടിറ്റികൾ ഉൾപ്പെടുത്തിക്കൊണ്ട് നമ്മൾ ഒരു അസംഷൻ എടുത്തു കഴിഞ്ഞു. ഇനി നമുക്ക് ഈ അസംഷനെ ഒരു ഇക്വേഷനാക്കി മാറ്റണം. അപ്പോൾ ഇക്വേഷൻ ആക്കുന്നു. ടി ഈസ് ഈക്വൽ ടു മുൻപ് ചെയ്തതുപോലെ തന്നെ k ഇൻറ്റു m⁻⁴, l⁻y, g⁻z. ക്ലിയർ ആണല്ലോ? ഓക്കെ, ഇനി നമ്മൾ ഈ എഴുതിയ ഇക്വേഷൻ ശരിയാണ് എന്ന് അനുമാനിച്ചുകൊണ്ട് ഹോമോജനിറ്റി പ്രിൻസിപ്പിൾ അപ്ലൈ ചെയ്യുന്നു. അപ്പോൾ ഇരുവശങ്ങളിലുമുള്ള ഡയമെൻഷണൽ ഫോർമുല എഴുതുക. ലെഫ്റ്റ് സൈഡിൽ ടൈം മാത്രമേ ഉള്ളൂ, t⁻1 ഈസ് ഈക്വൽ ടു റൈറ്റ് സൈഡിലെ k പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റൻ്റ് ആണ്, അതുകൊണ്ട് ഡയമെൻഷൻ ഇല്ല. ശേഷിക്കുന്നത് മാസാണ്, എഴുതാം m⁻⁴. പിന്നെയുള്ളയാൾ ലെങ്ത്താണ് l⁻y. അതിനുശേഷമുള്ളയാളെ ശ്രദ്ധിക്കണം, g അഥവാ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. മുൻപ് ഞാൻ പറഞ്ഞിട്ടുണ്ട്, നമ്മളെ സംബന്ധിച്ച് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ആയാലും കൊള്ളാം, ഡ്യൂ ടു മറ്റെന്തായാലും കൊള്ളാം. ഡയമെൻഷണൽ അനാലിസിസിൽ ഇത് ഏത് ഫിസിക്കൽ ക്വാണ്ടിറ്റി ആണെന്ന് മാത്രം അറിഞ്ഞാൽ മതി. ഇതൊരു ആക്സിലറേഷനാണ്, അതുകൊണ്ട് ഡയമെൻഷൻ എഴുതുന്നു l⁻⁻². തീർന്നില്ല, പവർ z ആണ്, z⁻. ഓക്കെ അല്ലേ? ഇനി വലതുഭാഗം സിംപ്ലിഫൈ ചെയ്യുകയാണ്, ശ്രദ്ധിച്ചോളൂ. t⁻1 അങ്ങനെ നിലനിർത്തി, m⁻⁴, l⁻y. ഇവിടെ l⁻1 ഇൻറ്റു z, അതുപോലെ ഇവിടെ t⁻2 z. അപ്പോൾ l⁻z t⁻2z എന്ന് കിട്ടും. ഇതെങ്ങനെയാണ് വന്നതെന്ന് ചോദിച്ചാൽ ഇവിടെ 1 ആണ്, z 1 ഇൻറ്റു z. ഇവിടെ t⁻2 z ആണ്, -2 ഇൻറ്റു z -2z. ഓക്കെ അല്ലേ? തീർന്നിട്ടില്ല. ഇവിടെ നോക്കൂ, ഇവിടെ l⁻y ഉണ്ട്, ഇവിടെ ഒരു l⁻z ഉണ്ട്. ഇത് a⁻m ഇൻറ്റു a⁻n എന്ന ഫോർമാറ്റിലാണ് അല്ലേ? a⁻m ഇൻറ്റു a⁻n എന്നുള്ള ഫോർമാറ്റിലാണ്. അപ്പോൾ നമുക്ക് a⁻m + n എന്നാണ് അതിൻ്റെ റിസൾട്ട് വരിക. അപ്പോൾ ആ ഒരു ഐഡൻറ്റിറ്റി ഉപയോഗിച്ച് നമ്മളത് വീണ്ടും സോൾവ് ചെയ്യുന്നു. ലെഫ്റ്റ് സൈഡിൽ t⁻1, റൈറ്റ് സൈഡിൽ m⁻⁴, l⁻y പ്ലസ് z, t⁻2z. ഓക്കെ അല്ലേ? സോറി, ടി അല്ല കേട്ടോ. യെസ്, ശരിയാണ് t⁻2z. ഓക്കെ അല്ലേ? ഇനി നോക്കുക, ഇടതുവശത്തെ ടൈം മാത്രമുള്ള ഈ ഡയമെൻഷണൽ ഫോർമുലയെ ഞാനൊന്ന് വലുതാക്കി എഴുതുകയാണ്. അതിന് കാരണം എമ്മിനെ പറ്റിയും എല്ലിനെ പറ്റിയും ഇടതുവശത്ത് റെഫറൻസ് ഒന്നും ഇല്ല. അപ്പോൾ അതും കൂടെ ഉൾപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, സ്റ്റാൻഡേർഡ് ഫോമിലേക്ക് മാറ്റി എഴുതിയാൽ മതി. m⁻⁴, l⁻0, t⁻1 ഈസ് ഈക്വൽ ടു റൈറ്റ് സൈഡിൽ m⁻x, l⁻y പ്ലസ് z, t⁻2z. ശരിയല്ലേ? ഓക്കെ അല്ലേ? ഇനി ഇക്വേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഇക്വേറ്റ് ചെയ്യുമ്പോൾ ഇവിടെ എക്സിൻ്റെ പവർ ലെഫ്റ്റ് സൈഡിൽ 0 ആണ്. അതായത് mass⁻x റൈറ്റ് സൈഡിൽ വരുമ്പോൾ mass⁻0 ലെഫ്റ്റ് സൈഡിൽ വരും. ഇക്വേറ്റ് ചെയ്താൽ നമുക്ക് മനസ്സിലാക്കാം x = 0. ഓക്കെ, ഇനി അടുത്ത ഇക്വേഷൻ എന്ന് പറയുന്നത് ലെങ്ത്തിൻ്റെ പവറുകൾ തമ്മിൽ ഇക്വേറ്റ് ചെയ്യുക. അപ്പോൾ മനസ്സിലാക്കാം
വൈ പ്ലസ് ഇസഡ് ഈക്വൽ ടു 0. ഇനി മൂന്നാമത്തെ ആൾ ടൈമിൻ്റെ പവർ -2z ആണ് റൈറ്റ് സൈഡിൽ, ലെഫ്റ്റ് സൈഡിൽ 1 ആണ്. അപ്പോൾ എഴുതാം -2z ഈക്വൽ ടു 1. ഓക്കെ അല്ലേ? ഇനി സോൾവ് ചെയ്യാൻ പോവുകയാണ്. നോക്കിക്കോളുക, ഇവിടെ -2z ഈക്വൽ ടു 1 അങ്ങനെയാണെങ്കിൽ z ഈക്വൽ ടു -1/2 എന്ന് കിട്ടും. ശരിയല്ലേ? ഒന്നും ചെയ്തില്ല, ആകെ ഈ സെഡിനെ മാത്രം ഇവിടെ നിലനിർത്തി 2 അപ്പുറത്ത് പോകുമ്പോൾ ഡിനോമിനേറ്റർ വരും, ഈ മൈനസും കൂടെ അപ്പുറത്തേക്ക് കിട്ടും, -1/2. അപ്പോൾ ഇസഡിൻ്റെ വാല്യൂ കിട്ടിയിരിക്കുന്നു, അതിവിടെ നിന്ന് എടുത്തെഴുതാം. എക്സിൻ്റെ വാല്യൂ ഓൾറെഡി കിട്ടി, x ഈക്വൽ ടു 0 ആണ്. ഇപ്പോൾ ഇസഡിൻ്റെ വാല്യൂവും കിട്ടിയിരിക്കുന്നു -1/2. ഇനി ശ്രദ്ധിക്കുക, ഇത് ഇവിടെ ഒരു ഇക്വേഷൻ ഉണ്ട്, y പ്ലസ് z ഈക്വൽ ടു 0. ഈ ഇക്വേഷനിൽ നമുക്ക് ലഭിച്ച ഇസഡിൻ്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കാം. അങ്ങനെ നോക്കുമ്പോൾ ഇക്വേഷൻ ഇതായിരുന്നു, y പ്ലസ് z ഈക്വൽ ടു 0 അഥവാ y -1/2 ഈക്വൽ ടു 0. ഒന്നും ചെയ്തില്ല, സെഡിൻ്റെ വാല്യൂ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തതേ ഉള്ളൂ. അങ്ങനെ ചെയ്യുമ്പോൾ y ഇസ് ഈക്വൽ ടു 1/2 എന്ന് കിട്ടും. അതായത് y മാത്രം ഇവിടെ നിലനിർത്തി, ഈ -1/2 അപ്പുറത്ത് പോകുമ്പോൾ +1/2 ആയി. ഓക്കെ, അപ്പോൾ ഇവിടുന്ന് വൈയുടെ വാല്യൂ നമുക്ക് കിട്ടിക്കഴിഞ്ഞു, y ഇസ് ഈക്വൽ ടു 1/2. ഓക്കെ, അപ്പോൾ നമുക്ക് വേണ്ട ആൾക്കാരുടെ എല്ലാം വാല്യൂ ആയിട്ടുണ്ട്. എക്സിൻ്റെ വാല്യൂ ആയി, വൈയുടെ വാല്യൂ ആയി, സെഡിൻ്റെ വാല്യൂ ആയി. ഇനി ഈ വേരിയബിൾ വാല്യൂകളെല്ലാം നമ്മൾ അസ്യൂം ചെയ്ത ഈ ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പോൾ അത് എഴുതാം. ആദ്യം ആ ഇക്വേഷൻ തന്നെ ഒരിക്കൽ കൂടെ ഞാനൊന്ന് എടുത്തെഴുതാം. ഇക്വേഷൻ ഇങ്ങനെയായിരുന്നു, t ഈസ് ഈക്വൽ ടു k ഇൻറ്റു m റേസ് ടു x l റേസ് ടു y g റേസ് ടു z എന്നായിരുന്നു. ഇനി നമ്മുടെ വേരിയബിളുകളുടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ t ഈസ് ഈക്വൽ ടു k ഇൻറ്റു m റേസ് ടു 0 l റേസ് ടു 1/2 g റേസ് ടു -1/2. ശരിയല്ലേ? ഇവിടെ m റേസ് ടു 0 എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ടൈം പീരീഡിൻ്റെ, സിമ്പിൾ പെൻഡുലത്തിൻ്റെ ടൈം പീരീഡിൻ്റെ ഇക്വേഷനിൽ മാസിന് പ്രാധാന്യമൊന്നും ഇല്ല. കാരണം ഡയമെൻഷണൽ പവർ 0 ആണ്. അപ്പോൾ മാസിനെ ഒഴിവാക്കിക്കൊണ്ട് നമ്മളിത് എഴുതുകയാണ്, t ഈസ് ഈക്വൽ ടു k ഇൻറ്റു, അപ്പോൾ ഇനി മാസ് വേണ്ട. മറ്റൊരു കാര്യം, l റേസ് ടു 1/2 ആണ്, g റേസ് ടു -1/2 ആണ്. ഈ 1/2 എന്ന് പറഞ്ഞാൽ റൂട്ടാണെന്ന് നമുക്കറിയാം. -1/2 എന്ന് പറയുമ്പോൾ റൂട്ടിനുള്ളിൽ ഡിനോമിനേറ്ററിലാണെന്ന് മനസ്സിലാക്കണം. അപ്പോൾ ഇക്വേഷൻ എഴുതിയാൽ റൂട്ട് ഓഫ് l/g എന്ന് കിട്ടും. അതായത് റൂട്ട് ഓഫ് l റേസ് ടു 1/2, റൂട്ട് ഓഫ് 1/g അതാണ് g റേസ് ടു -1/2. ക്ലിയർ ആണല്ലോ? അപ്പോൾ ഇതാണ് നമുക്ക് കിട്ടുന്ന ഡയമെൻഷണൽ അനാലിസിസിലൂടെ നമുക്ക് കിട്ടുന്ന സിമ്പിൾ പെൻഡുലത്തിൻ്റെ ടൈം പീരീഡിൻ്റെ ഇക്വേഷൻ, t ഈസ് ഈക്വൽ ടു k ഇൻറ്റു റൂട്ട് ഓഫ് l/g. ഇതൊരു 3 മാർക്കിന് അല്ലെങ്കിൽ ഒരു 4 മാർക്കിന് വരാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യനാണ്. ഞാനിത് വളരെ വിശദമായി പരത്തിയാണ് പറഞ്ഞത്. കാരണം ഇത് നമ്മൾ ആദ്യമായിട്ട് ഇത്തരം പ്രോബ്ലം സോൾവ് ചെയ്യുകയാണെങ്കിൽ അത് വിശദമായി മനസ്സിലായിക്കോട്ടെ എന്ന് കരുതിയിട്ടാണ്. അടുത്ത വീഡിയോ ക്ലാസ് മുതൽ നമ്മൾ പ്രീവിയസ് ഇയർ, ഈ ചാപ്റ്ററിലെ മാത്രം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യും. അന്നേരം ഞാൻ ഇത്രയും വിശദമായിട്ടിത് പരത്തി പറയില്ല. ഇപ്പോൾ ഇത് മനസ്സിലാക്കാൻ വേണ്ടി മാത്രമാണ് ഇത്രയും വിശദമായിട്ട് പറഞ്ഞത്. മുൻപ് പറഞ്ഞ അഡീഷണൽ ഇൻഫോ ഇവിടെയും പറയുകയാണ്. യഥാർത്ഥത്തിൽ ടൈം പീരീഡിൻ്റെ ഇക്വേഷൻ നമ്മൾ പഠിച്ചതാണ്. t ഈസ് ഈക്വൽ ടു 2π ഇൻറ്റു റൂട്ട് ഓഫ് l/g. ഇതായിരുന്നു യഥാർത്ഥ ഇക്വേഷൻ. അവിടെ k എന്ന പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റൻറ്റിൻ്റെ യഥാർത്ഥ വാല്യൂ 2 ഇൻറ്റു പൈ ആണ്. പക്ഷേ അത് 2 ഇൻറ്റു പൈ ആണ് എന്ന കാര്യം ഡയമെൻഷണൽ അനാലിസിസിലൂടെ നമുക്ക് കണ്ടെത്താൻ കഴിയില്ല എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഇനി ഡയമെൻഷണൽ അനാലിസിസിൻ്റെ ഹോമോജനിറ്റി പ്രിൻസിപ്പിളിൻ്റെ രണ്ടാമത്തെ ആപ്ലിക്കേഷൻ ഇവിടെ അവസാനിക്കുകയാണ്. ചെറിയൊരു ടോപ്പിക്കും കൂടെ പഠിപ്പിച്ചുകൊണ്ട് നമ്മൾ ഈ ചാപ്റ്റർ അല്ലെങ്കിൽ വീഡിയോ ക്ലാസ് ഇവിടെ വൈൻഡപ്പ് ചെയ്യും. ലാസ്റ്റ് ടോപ്പിക്ക് ഇതാണ്. ഒരുപാട് പ്രയോജനങ്ങളും 2 ആപ്ലിക്കേഷനുമൊക്കെ ഉള്ള ഒരു വലിയ സംവിധാനമാണ് ഡയമെൻഷണൽ അനാലിസിസ് എങ്കിലും ഡയമെൻഷണൽ അനാലിസിസിന് ചില പരിമിതികളുണ്ടെന്നും കൂടെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അതാണ് നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ.
what are the limitations of dimensional analysis? ഡയമെൻഷണൽ അനാലിസിസിൻ്റെ ലിമിറ്റേഷൻസ് അഥവാ പോരായ്മകൾ, പോരായ്മകൾ എന്നല്ല പരിമിതികൾ എന്തൊക്കെയാണ് എന്ന് നോക്കാം. വളരെ ബ്രീഫായിട്ട് ചില പോയിന്റുകൾ പറഞ്ഞു തരാം. ഒന്ന്, we cannot obtain the values of constant of proportionality. അത് നമുക്കിപ്പോൾ മനസ്സിലായതേ ഉള്ളൂ. കോൺസ്റ്റൻറ്റ് ഓഫ് പ്രൊപ്പോർഷണാലിറ്റികൾ അഥവാ ഈ പറഞ്ഞ കെ, അതിൻ്റെ വാല്യൂ കണ്ടെത്താൻ നമുക്ക് ഡയമെൻഷണൽ അനാലിസിസിലൂടെ സാധിക്കില്ല. രണ്ട്, we cannot estimate the exact correctness of an equation. ഈ പറഞ്ഞതിൻ്റെ അർത്ഥം ഡയമെൻഷണൽ അനാലിസിസിലൂടെ നമുക്ക് ഒരു ഇക്വേഷൻ്റെ ഡയമെൻഷണൽ കറക്റ്റ്നെസ് മാത്രമേ ചെക്ക് ചെയ്യാൻ കഴിയൂ, എക്സാക്റ്റ് കറക്റ്റ്നെസ് ചെക്ക് ചെയ്യാൻ കഴിയില്ല. അതിൻ്റെ അർത്ഥം ഒരു ഇക്വേഷൻ ഡയമെൻഷനലി കറക്റ്റാണ് എന്ന് പറഞ്ഞാൽ അതിന് ഡയമെൻഷനലി മാത്രം കറക്റ്റാണെന്നേ ഉറപ്പുള്ളൂ. റിയലി അല്ലെങ്കിൽ എക്സാക്ട്ലി ആ ഇക്വേഷൻ കറക്റ്റാണോ എന്ന് നമുക്കറിയില്ല. പക്ഷേ അതിൻ്റെ ഒരു പോസിറ്റീവ് സൈഡ്, ഈ പോയിൻറ്റിൻ്റെ ഒരു പോസിറ്റീവ് സൈഡ് എന്താണെന്ന് വെച്ചാൽ ഒരു ഇക്വേഷൻ ഡയമെൻഷനലി റോങ് ആണെന്ന് വിചാരിക്കുക. ഡയമെൻഷനലി കറക്റ്റ് അല്ല, അത് ഡയമെൻഷനലി തെറ്റാണ്, ഡയമെൻഷനലി നോട്ട് കറക്റ്റ്. അങ്ങനെ ഡയമെൻഷനലി കറക്റ്റ് അല്ല എന്നാണ് കിട്ടുന്നതെങ്കിൽ അത് ഡയമെൻഷനലിയും കറക്റ്റ് അല്ല, എക്സാക്ട്ലിയും കറക്റ്റ് അല്ല. അപ്പോൾ നമുക്ക് ഡയമെൻഷണൽ അനാലിസിസ് കൊണ്ട് ഉറപ്പിക്കാൻ കഴിയുന്ന ഒരു കാര്യം, ഒരു ഇക്വേഷൻ കറക്റ്റ് അല്ല എന്ന കാര്യം ഉറപ്പിക്കാൻ പറ്റും. പക്ഷേ കറക്റ്റ് ആണ് എന്ന കാര്യം ഉറപ്പിക്കാൻ പറ്റില്ല. ഡയമെൻഷനലി മാത്രം കറക്റ്റായിരിക്കാം, പക്ഷേ എക്സാക്ട്ലി അത് കറക്റ്റ് ആവണമെന്ന് നിർബന്ധം ഇല്ല എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. മൂന്നാമതൊരു പോയിൻ്റ് പഠിക്കുക. We cannot derive equations of physical quantities which involve trigonometric, exponential and logarithmic functions. ഈ പറഞ്ഞ ലാസ്റ്റ് പോയിൻറ്റിൻ്റെ അർത്ഥം ഇതാണ്. നമുക്ക് ട്രിഗ്നോമെട്രിക്, എക്സ്പൊണൻഷ്യൽ, ലോഗരിതമിക് ഫങ്ഷൻസ് ഉൾപ്പെടുന്ന ഒരു ഇക്വേഷനും ഡയമെൻഷണൽ അനാലിസിസിലൂടെ കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. അതിന് കാരണം ട്രിഗ്നോമെട്രിക് ഫങ്ഷൻസിനോ എക്സ്പൊണൻഷ്യൽ, അതായത് ട്രിഗ്നോമെട്രിക് എന്ന് പറയുമ്പോൾ സൈൻ തീറ്റ, കോസ് തീറ്റ അങ്ങനെയുള്ള ഫങ്ഷൻസിനോ, എക്സ്പൊണൻഷ്യൽ a⁻² എന്നൊക്കെ പറയുന്ന എക്സ്പൊണൻഷ്യൽ ഫങ്ഷനോ, ലോഗരിതമിക് ഫങ്ഷൻസിനോ ഒന്നും ഡയമെൻഷൻസ് ഇല്ല എന്നുള്ളതാണ്. അപ്പോൾ അത്തരം ഫങ്ഷൻസ് ഉൾപ്പെടുന്ന ഇക്വേഷൻസ് ഒന്നും ഡയമെൻഷണൽ അനാലിസിസിലൂടെ നമുക്ക് കണ്ടെത്താൻ കഴിയില്ല. ലാസ്റ്റത്തെ ഒരു പോയിൻ്റ് കൂടെ പറയാം, ഫോർത്ത് പോയിൻ്റ്. വി കനോട്ട് distinguish between physical quantities with same dimensions. അതായത് ഒരേ ഡയമെൻഷൻസ് എന്ന് വരുന്ന ഒന്നിലധികം ഫിസിക്കൽ ക്വാണ്ടിറ്റികൾ ഉണ്ട് എന്ന് നമ്മൾ മുൻപുള്ള വീഡിയോ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. അങ്ങനത്തെ കേസിൽ ഒരേ ഡയമെൻഷൻ ഉള്ള പല ഫിസിക്കൽ ക്വാണ്ടിറ്റികൾ വരുന്ന കേസിൽ നമുക്ക് ഒരു ഡയമെൻഷണൽ അനാലിസിസ് നടത്തുമ്പോൾ
അത് ഏത് ഫിസിക്കൽ ക്വാണ്ടിറ്റിയാണെന്ന് തിരിച്ചറിയാൻ കഴിയില്ല. ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ സ്പീഡിനും വെലോസിറ്റിക്കും ഒരേ ഡയമെൻഷനാണ്. പക്ഷേ ഡയമെൻഷണൽ അനാലിസിസിൻ്റെ പരിധിയിൽ നിന്ന് നോക്കുമ്പോൾ സ്പീഡ് ഏതാണ് വെലോസിറ്റി ഏതാണെന്ന് തിരിച്ചറിയാൻ കഴിയില്ല. കാരണം രണ്ടിനും L(T⁻⁻1) എന്നുള്ള ഒരേ ഡയമെൻഷനാണ്. അങ്ങനെ ഒരു പോരായ്മ കൂടെ ഡയമെൻഷണൽ അനാലിസിസിന് ഉണ്ട് എന്ന് മനസ്സിലാക്കുക. ഓക്കെ, അപ്പോൾ ഇത്ര മാത്രമാണ് ഇന്നത്തെ വീഡിയോ ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്നത്. നന്നായിട്ട് പഠിക്കുക. അടുത്ത വീഡിയോ ക്ലാസ്സിൽ നമ്മൾ സെക്കൻഡ് ചാപ്റ്ററിലെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുകയായിരിക്കും. അതോടുകൂടി ഈ ചാപ്റ്ററിൻ്റെ റിവിഷൻ നമ്മൾ അവസാനിപ്പിക്കും, അടുത്ത ചാപ്റ്ററിലേക്ക് പോകും. അപ്പോൾ പഠിച്ചതിന് നന്ദി. താങ്ക് യു.